പിറന്നു വീണതൊരു ദരിദ്ര കുടുംബത്തിലായിരുന്നുവെന്നതും ഖായിദുൽ ഖൗമിന്റെ തലോടലേറ്റയാൾ വളർന്നുവെന്നതും 20-ാം നൂറ്റാണ്ടിലെ മലയാള രാഷ്ട്രീയത്തെ നാവിൽ കുരുത്ത് സംഹാര താണ്ഡവമാടിയവന്റെ ചൈൽഡ്ഹുഡ് സ്റ്റോറിയാണ്. കൗമാരം വിട്ടുമാറാത്ത കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മറുപടി പറഞ്ഞതും, വിദ്യാർത്ഥിയായിരിക്കെ തന്നെ സമുദായത്തിന്റെ അഭിമാനം കാക്കാനിറങ്ങിയതും, 33 വയസ്സിൽ കേരള സ്പീക്കറായതും 52-ൽ കേരള മുഖ്യമന്ത്രിയായതുമൊക്കെ മലബാറിന് പാടിപ്പറഞ്ഞു മടുക്കാത്ത പഴങ്കഥകളാണ്. കുറിയ ശരീരവും തലയിൽ ധരിച്ച തൊപ്പിയുമായ അദ്ദേഹം നാത്തുമ്പിൽ വിപ്ലവം പകർന്നാടിയതും അത് പ്രതീക്ഷയുടെ സൂര്യോദയമെന്ന് മലബാർ വാഴ്ത്തിപ്പാടിയതും നൂറ്റാണ്ടിന്റെ ചരിത്രങ്ങളാണ്. അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെന്നോണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും സാങ്കേതിക സർവകലാശാലയും കാലിക്കറ്റ് ലോ കോളേജും നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അയാളുടെ ഉൾക്കണ്ണിൽ നിന്ന് തെളിഞ്ഞു വന്നതാണ്. പിന്നാക്കത്തിന്റെ ചിതയൊരുക്കി കാത്തിരുന്നവർക്ക് വിട്ടുകൊടുക്കാതെ സമുദായത്തിന് അഭിമാനം പകർന്നതിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നില്ലേ? പൗരബോധം നഷ്ടപ്പെട്ട് കാലത്തിന്റെ ചായ്പിൽ അടഞ്ഞുകൂടിയൊരു തലമുറയ്ക്ക് അഭിമാനബോധം പകർന്നു നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകളായിരുന്നില്ലേ? നാസയും കടന്ന വിസ്മയങ്ങൾക്ക് മുന്നേ വിദ്യാഭ്യാസ വിരുദ്ധരായിരുന്ന നമ്മുടെ പിൻതലമുറയെ പിടിച്ചും വലിച്ചും പിന്നെ ആവർത്തിച്ചുച്ചരിച്ചും അദ്ദേഹം സ്കൂളിൽ കൊണ്ടുപോയിരുത്തിയിരുന്നില്ലേ? അതിൻ്റെ പരിണിത ഫലമെന്നോണം തലമുറകൾ പഠിച്ചു വളർന്നത് സമുദായോന്നമനത്തിന്റെ ചരിത്രമായിരുന്നില്ലേ? കെമിസ്ട്രിയിൽ തോറ്റുപോയിട്ടും നിങ്ങളുടെ മെസ്ട്രി എറിഞ്ഞ് ബാഫക്കി തങ്ങൾ വളർത്തിയില്ലായിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യക്ക് വിട്ടു നൽകുമോ എന്ന് ലിയാഖത്ത് അലി ഖാൻ ചോദിച്ചപ്പോൾ ഇല്ലിത് മലബാറിന്റെ CH എന്ന് പറഞ്ഞ് തങ്ങൾ ചേർത്തു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പുരോഗതികൾ ഇപ്പോഴും ക്ഷതമേറ്റു കഴിയുമായിരുന്നില്ലേ? അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നിടങ്ങളിൽ നിങ്ങളുടെ ഗർജനങ്ങൾ ഞങ്ങൾക്ക് തുണയായിരുന്നില്ലേ? നിങ്ങളോട് നന്ദി പറയാനുള്ള വാക്കുകളൊന്നും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല CH. പക്ഷേ നിങ്ങളുടെ സ്വപ്ന സാഫല്യമെന്നോണം മലബാറിലെ കുട്ടികൾ ആകാശത്തുള്ള നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിലടക്കം നിങ്ങളുടെ കുട്ടികൾ ചരിത്രം രചിക്കുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികളിൽ ഭൂരിഭാഗവും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമെന്നോണം ഉന്നത വിദ്യാഭ്യാസം നുകരുന്നുണ്ട്. സമുദായത്തോളം മധുരങ്ങളെയും പ്രണയിച്ചപ്പോൾ വില്ലനായെത്തിയ പ്രമേഹത്തിന്റെ പിടിയിലും നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഹൃദയത്തിലേറ്റിയിട്ടുണ്ട് CH. നിങ്ങൾ വിത്തിട്ട് മുളപ്പിച്ച ക്യാമ്പസുകളിൽ അഭിമാനബോധത്തിന്റെ ഹരിത പതാക ഇന്നും ഉയരെ പാറുന്നുണ്ട് CH.